പഠിക്കുന്ന കാലത്തെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ആൺകുട്ടികളായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈഗോ ഇല്ല. വളരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മളോട് ഒന്ന് പറയട്ടെ അപ്പുറത്ത് പോയി കുറ്റം പറയുന്ന ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നു. പക്ഷേ പെൺകുട്ടികളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചത് ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിരിക്കും. നമ്മൾ കാണുന്ന ആൾക്കാരെ ആയിരിക്കില്ല അവർ. അപ്പം അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ആൺകുട്ടികളായിരുന്നു. അപ്പോൾ ഞാൻ 9th പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ലീഡറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇത് നടത്തി. അപ്പോൾ അതിൽ ലീഡറായിട്ട് മത്സരിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ എല്ലാ പെൺകുട്ടികളുടെയും ഒരു ഹീറോ ഉണ്ടായിരുന്നു, കണ്ണമ്പീറ്റി എന്ന് പറഞ്ഞിട്ടൊരു ചെറുക്കനെ. അപ്പോൾ അവനായിരുന്നു. അവൻ്റെ കൂട്ടത്തിൽ മത്സരിക്കാനായിട്ട് ഓപ്പോസിറ്റ് നിന്ന് ശ്രീജിത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു പഠിപ്പിസ്റ്റായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ബാക്ക് ബെഞ്ചിൽ അങ്ങനെ ഇരുന്ന് എപ്പോഴും തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ടീമായിരുന്നു. അത്ര വലിയ പഠിപ്പിസ്റ്റും അല്ല, അപ്പോൾ അത്ര ബാക്കിലും അല്ല. അപ്പോൾ ആ ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഫ്രണ്ട്സ് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഞാനും ലീഡറായിട്ട് മത്സരിക്കുമെന്ന് ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു ഞങ്ങൾക്ക് നിൻ്റെ വോട്ട് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ ഈഗോയിനെ തൊട്ട് കളിച്ചു. അപ്പോൾ എനിക്ക് ഈഗോ ഹേർട്ടായി. ഞാൻ ഉടനെ തന്നെ എൻ്റെ പേര് കൂടി മത്സരിക്കാനായിട്ട് കൊണ്ട് ചേർത്തു. അപ്പോൾ ഉടനെ എല്ലാവരും കളിയാക്കി, നിനക്ക് എന്തായാലും നിൻ്റെ ഒരു ഒറ്റ വോട്ട് പാഴായി പോകത്തില്ല, നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ട്വിസ്റ്റ് അവിടെയായിരുന്നു. ലീഡറിൻ്റെ ഫലം വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ വോട്ട് നേടിയത് കണ്ണമ്പീറ്റി തന്നെയായിരുന്നു. പക്ഷേ ആൺകുട്ടികളുടെ മുഴുവൻ വോട്ടും ബാക്കിയുള്ള ആൾക്കാർ 2-3 പേര് ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ വോട്ടുകളും നേടി ഞാൻ ലീഡറായിട്ട് വിജയിച്ചു. അങ്ങനെ ക്ലാസ്സിൽ ഞാൻ ലീഡറായി. പിന്നീട് എനിക്ക് പക തീർക്കലിൻ്റെ കാലങ്ങളായിരുന്നു. ഞാൻ ലീഡറായി കഴിയുമ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എല്ലാ ഇളവുകളും കൊടുക്കുമായിരുന്നു. അപ്പോൾ അവന്മാരെ മാത്രം ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ പേരൊക്കെ എഴുതി വെക്കും. എൻ്റെ ക്ലാസ് സാറ് സുനിൽ എന്ന് പറഞ്ഞ സാറായിരുന്നു. കാരണം എന്നെ ഭയങ്കര ജീവനായിരുന്നു. അപ്പോൾ എപ്പോഴും സാറ് അറ്റൻഡൻസ് ഇടാനൊക്കെ സാറ് PT പ്രസിഡൻ്റ് ആയിരുന്നു. എൻ്റെ കയ്യിലതായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്ലാസ്സിൽ നല്ല രസമായിരിക്കും. നല്ല എന്താ പറയണ അവർക്കൊക്കെ അവധിയാണെങ്കിൽ കൂടി ഞാൻ അറ്റൻഡൻസൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു സന്തോഷമാണ്.